തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, അത് മനുഷ്യജീവിതത്തിന്റെ നവീകരണത്തിന്റെ ദൈവീക മാതൃകയാണ്. സ്ലീബായിൽ അവസാനിച്ചെന്ന് തോന്നിയ കഥ പുനരുത്ഥാനത്തിൽ പുതുതായി ആരംഭിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും മനസ്സും ദൈവത്തിൽ പുതുക്കപ്പെടണം. റോമർ 12:2 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ മനസ്സിന്റെ പുതുക്കലാൽ രൂപാന്തരപ്പെടുവീൻ. പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ 3 പ്രധാന മേഖലകളിൽ പുതുക്കൽ സംഭവിക്കുന്നു. ഒന്ന്, ചിന്തയുടെ പുതുക്കൽ, റിന്യൂവൽ ഓഫ് മൈൻഡ്. പുനരുത്ഥാനം നമ്മെ പഠിപ്പിക്കുന്നത് നിരാശയുടെ ഇടമായ കല്ലറ പോലും ദൈവത്തിന് അവസാന വാക്കല്ല എന്നതാണ്. ഫിലിപ്പിയർ 4:8 സത്യവും മാന്യവും നീതിയും വിശുദ്ധവും സ്നേഹാർവത്വവുമായത് ചിന്തിപ്പീൻ എന്ന് പറയുന്നു. മനഃശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞത്, when we are no longer able to change a situation, we are challenged to change ourselves. സാഹചര്യം മാറാതെ ഇരുന്നാലും നമ്മുടെ ചിന്താഗതി നമുക്ക് മാറ്റാം. അതാണ് മാനസിക പുതുക്കൽ. പുനരുത്ഥാന വിശ്വാസം നമ്മുടെ പ്രതിലോമ ചിന്തകളെ പ്രത്യാശയാക്കി മാറ്റും. 2, ഹൃദയത്തിന്റെ പുതുക്കൽ, റിന്യൂവൽ ഓഫ് ഹേർട്ട്. പുനരുത്ഥാനം ക്ഷമയുടെ വിജയമാണ്. സ്ലീബായിൽ ക്ഷമ കാണിച്ച ക്രിസ്തു പുനരുത്ഥാനത്തിൽ സ്നേഹത്തിന്റെ ശക്തി തെളിയിച്ചു. എസെക്കിയേൽ 36:26 പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നു. ക്രിസ്തീയ ചിന്തകനായ C.S. ലൂയിസ് എഴുതുന്നു, God became man to turn creatures into sons. ദൈവം നമ്മെ പുതുക്കുന്നത് നിയമം കൊണ്ടല്ല, സ്നേഹത്തിലൂടെയാണ്. ക്ഷമയും കരുണയും ഉള്ള ഹൃദയം പുനരുത്ഥാനത്തിന്റെ യഥാർത്ഥ ഫലമാണ്. 3, ജീവിതത്തിന്റെ പുതുക്കൽ, റിന്യൂവൽ ഓഫ് ലൈഫ്. പുനരുത്ഥാനം ഒരു ആത്മീയ അനുഭവം മാത്രമല്ല, അതൊരു ജീവിത ശൈലിയുടെ മാറ്റമാണ്. 2 കൊരിന്ത്യർ 5:17 ആരെങ്കിലും ക്രിസ്തുവിലാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയ പാപരീതികൾ, ഭയം, സ്വാർത്ഥത, അടിമത്വം ഇവ സ്ലീബായിൽ അവസാനിക്കണം. പുതിയ ജീവിതം വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയിൽ വളരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞു, ഫെയ്ത്ത് ഇസ് ദ ബേർഡ് that feels the light and sings when the dawn is still dark. ഇരുട്ടിനിടയിലും പ്രഭാതത്തെ വിശ്വസിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന അനുഭവം, അതാണ് പുതുക്കപ്പെട്ട ജീവിതത്തിന്റെ അടയാളം. പ്രിയരെ, പുനരുത്ഥാനം നമ്മോട് പറയുന്നു, മനസ്സ് പുതുക്കപ്പെടാം, ഹൃദയം ശുദ്ധീകരിക്കപ്പെടാം, ജീവിതം നവീകരിക്കപ്പെടാം. ശൂന്യ കല്ലറ ഒരു സന്ദേശം നൽകുന്നുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും ഉയർത്തെഴുന്നേൽക്കാം. ദൈവത്തിന്റെ പുനരുത്ഥാന ശക്തി നമ്മുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും ജീവിതത്തെയും പുതുക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.